Audio Jungle. നമസ്കാരം VBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനും മറ്റും പണം ആവശ്യപ്പെടുന്നതായി കാണിച്ചു നൽകിയ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. മന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ ഫെബ്രുവരി 3 താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് LDF ജില്ലാ കമ്മിറ്റി. അറക്കുളത്ത് ഉത്സവത്തിനെത്തിയ ആന പിണങ്ങി. ജനങ്ങൾ പരിഭ്രാന്തരായി. കയ്യേറ്റത്തിനിരയായ നഗരത്തിലെ പൊതുഭൂമി വീണ്ടെടുക്കുവാൻ നഗരസഭയും സർക്കാരും അടിയന്തര നടപടിയെടുക്കണമെന്ന് തൊടുപുഴ റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ ഭാരവാഹികൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും MK പോൾസിന്റെയും ആനി പോൾസിന്റെയും മകൾ നീത പോളും തമ്മിൽ വിവാഹിതരായി. വാർത്തകൾ വിശദമായി. തൊടുപുഴ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഇന്നലെ 4:30-ഓടെയാണ് വിജിലൻസ് CIമാരായ ബാബു സെബാസ്റ്റ്യൻ, വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനും മറ്റും പണം ആവശ്യപ്പെടുന്നതായി കാണിച്ച് ഒരാൾ നൽകിയ പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയതെന്ന് DYSP രതീഷ് കൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ക്രമക്കേടുകൾ കണ്ടെത്താനായില്ല. ആധാരം രജിസ്ട്രേഷനുകളുടെ എണ്ണം കുറവായതിനാൽ കാര്യമായ സാമ്പത്തിക തിരിമറികളൊന്നും കണ്ടെത്താനായില്ല. പ്രധാനമായും സർട്ടിഫിക്കറ്റുകളുടെയും പകർപ്പുകളുടെയും വിതരണം സംബന്ധിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ പരിശോധന. കുറെ നാളുകളായി സബ് രജിസ്ട്രാർ ഓഫീസിലെ ബാധിത സർട്ടിഫിക്കറ്റുകളുടെയും ആധാര പകർപ്പുകളുടെയും വിതരണം സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇവയെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തതിനു ശേഷം അപേക്ഷിക്കുന്ന അന്ന് തന്നെ നൽകണമെന്നാണ് വ്യവസ്ഥ. ഇവ വച്ചു താമസിപ്പിച്ച് അപേക്ഷകരെ പരമാവധി ബുദ്ധിമുട്ടിക്കുക എന്ന നയമാണ് ഇപ്പോൾ ചില ഉദ്യോഗസ്ഥരിൽ നിന്നും ആരോപണം ഉയർന്നിരുന്നു. ആധാര രജിസ്ട്രേഷൻ ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിൽ ഈ വകയിലുണ്ടായ നഷ്ടം മറ്റു മേഖലകളിൽ നിന്ന് കണ്ടെത്താനുള്ള ചില ഉദ്യോഗസ്ഥരുടെ ശ്രമമാണ് നടക്കുന്നത്. VBC ന്യൂസ്, തൊടുപുഴ. ആലക്കോട് സെന്റ് തോമസ് മൂർ പള്ളിയിൽ സുവർണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ചു. ഇടവകയിൽ നിന്നുള്ള വൈദികരും മുൻ വികാരിമാരും സഹകാർമ്മികരായിരുന്നു. ആരംഭിച്ച അവസരത്തിൽ നമ്മൾ ഇതുപോലെ ഇവിടെ ബലിയർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നു. ഇന്നും നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട വൈദികർ പലരുമുണ്ട് ഇവിടെ. അവരോടൊപ്പം സമൂഹ ബലിയായി ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. 50 വർഷക്കാലം എന്നുള്ളത് ജൂബിലിയുടെ അവസരമാണ്. നാം വേദപുസ്തക വായനകളിൽ ശ്രമിച്ചു. ലേവ്യരുടെ പുസ്തകത്തിലെ 41 വർഷം കഴിഞ്ഞ് 80-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്രകാരമാണ് ജൂബിലി ആഘോഷിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് ജൂബിലി ആഘോഷിക്കുന്നതൊക്കെ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ആലക്കോട് പ്രദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രം ഉറങ്ങുന്ന ഒരു പ്രദേശമാണ്. രാജപാരമ്പര്യം ഇവിടെയുണ്ട് എന്ന് നമുക്കറിയാം. തമിഴ്നാട്, കരിക്കോട്, കടുത്തുരുത്തി എന്നീ പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള രാജപാത ഇതിലെ ഉണ്ടായിരുന്നു. വ്യാപാരത്തിനു വേണ്ടിയുള്ള രാജപാതയായിരുന്നു. ഇവിടെ ആളുകൾ ഇതിലെ കടന്നു പോവുകയും വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് ഈ പ്രദേശത്തുകൂടി വ്യാപരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുട്ടം തയ്യക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി ഭരണി തിരുവുത്സവത്തോടനുബന്ധിച്ച് ഗരുഡൻ പർവ്വ നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
മന്ത്രി കെ എം മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ ഫെബ്രുവരി 3 താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് LDF ജില്ലാ കൺവീനർ കെ ശിവരാമൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ ബാറുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും ഗുരുതരമായ അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം പുറത്തു വന്ന വിവരം സംസ്ഥാന നിയമകാര്യമന്ത്രിയും ധനവകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ എം മാണി അടഞ്ഞുകിടക്കുന്ന 418 ബാർ തുറന്ന് പ്രവർത്തിക്കാൻ സഹായിക്കാമെന്ന വ്യവസ്ഥയിൽ ബാർ ഉടമ അസോസിയേഷനോട് 5 കോടി രൂപ ചോദിച്ചെന്നും 1 കോടി രൂപ 3 ഘട്ടങ്ങളിലായി കൈപ്പറ്റിയെന്നാണ്. അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വെളിപ്പെടുത്തലുകൾ ബാർ ഉടമ അസോസിയേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം ബാറ് തുറക്കുന്നതിന് വേണ്ടിയും അടയ്ക്കുന്നതിന് വേണ്ടിയും കോഴ വാങ്ങിക്കൊണ്ട് കോഴയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ നമ്മുടെ നിയമവകുപ്പിൻ്റെ ചുമതലയുള്ള ധനകാര്യമന്ത്രി നടത്തിയെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി മാസം 3-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പിലേക്കും എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലേക്കും ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള മാർച്ചും ധർണയും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിലെ 5 താലൂക്കുകളിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. മന്ത്രിയുടെ മകനും MPയുമായ ജോസ് കെ മാണിയും കോഴയിൽ ഉൾപ്പെട്ടു എന്ന ആരോപണം പ്രശ്നം കൂടുതൽ ഗൗരവതരമാക്കുന്നതായും ശിവരാമൻ പറഞ്ഞു. നേതാക്കളായ MM മണി, മാത്യു വർഗീസ്, TP ജോസഫ്, അഗസ്റ്റിൻ വട്ടക്കുന്നേൽ, AP തോമസ്, PP അനിൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മന്ത്രി കെ എം മാണിക്കെതിരെ ഉന്നയിക്കുന്ന ബാർ കോഴ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ KA ആന്റണി. കേരള കോൺഗ്രസ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ചിലരുടെ ബോധപൂർവമായ ശ്രമമാണിത്. ആരോപണത്തെ ജനങ്ങൾ ഒന്നടക്കം തള്ളിക്കളയുന്നതായും ധനമന്ത്രി എന്ന നിലയിൽ മാണി തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്നും KA ആന്റണി പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതൃത്വത്തെ അപവാദങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി കേരള കോൺഗ്രസിനെ നിർജീവമാക്കുന്നതിന് ചിലർ ബോധപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാർക്കോഴ എന്ന് പറഞ്ഞ് സാമ്പത്തിക നൈരാശ്യം ബാധിച്ച ഒരു മദ്യവ്യവസായി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അതൊന്നും കേരളത്തിലെ സാമാന്യ ജനങ്ങൾ, കേരള കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപവാദം ആരോപണം ഒരാൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ ധനമന്ത്രി KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന ഇടതുപക്ഷത്തിൻ്റെ നിലപാട് വളരെ വിചിത്രമാണ്. മാണി സാറിൻ്റെ ബഡ്ജറ്റുകൾ എന്നും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക്, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്, സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുള്ള ബഡ്ജറ്റുകളാണ്. കർഷക തൊഴിലാളി പെൻഷൻ, കർഷക പെൻഷൻ, അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് പലിശയില്ലാതെ ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് മാണി സാറിൻ്റെ പിറകിൽ മുഴുവൻ കേരള കോൺഗ്രസ്സുകാരും, അതുപോലെ PJ ജോസഫിൻ്റെയും CF തോമസിൻ്റെയും അതുപോലെ മറ്റ് പാർട്ടി നേതാക്കളുടെയും പിന്നിൽ കേരള കോൺഗ്രസ് പാർട്ടി അടിയുറച്ചു നിന്നുകൊണ്ട് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യും. ജനങ്ങൾക്കനുകൂലമായ, സാധാരണ ജനങ്ങൾക്കനുകൂലമായ തീരുമാനങ്ങൾ എടുക്കും. വരുന്ന ബഡ്ജറ്റിൽ കർഷകർക്കും സാധാരണക്കാർക്കും അനുകൂലമായിട്ടുള്ള ധാരാളം തീരുമാനങ്ങളും നടപടികളും വരുന്ന ബഡ്ജറ്റിലൂടെ വരണം. അതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെയും ഈ നാട്ടിലെയും ജനങ്ങളുടെ ആഗ്രഹം. അതിന് മാണി സാറിന് കഴിയട്ടെ. അതിനെല്ലാ പിന്തുണയും മാണി സാറിന് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയുടെയും ജനങ്ങളുടെയും ആവശ്യം എന്ന് ഞാൻ കരുതുന്നു. കേരള സംസ്ഥാന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ സെന്ററും ജില്ലാ മീഡിയേഷൻ സെന്ററും കാരിക്കോട് നൈനാർ ജുമാ മസ്ജിദും സംയുക്തമായി ഏകദിന ശില്പശാല നടത്തുമെന്ന് നൈനാർപള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം കടക്കൽ അബ്ദുൾ റഷീദ് മൗലവി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ജില്ലാ മീഡിയേഷൻ സെന്ററും കാരിക്കോട് നൈനാർ ജുമാ മസ്ജിദും സംയുക്തമായി 2015 ജനുവരി 31 രാവിലെ 10-ന് കാരിക്കോട് നൈനാർ ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജിയും കേരള സംസ്ഥാന മീഡിയേഷൻ ആൻഡ് കൺസലേഷൻ സെന്ററിൻ്റെ ഗവേണിംഗ് ബോഡി അംഗവുമായ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നതും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജിയും കേരള സംസ്ഥാന മീഡിയേഷൻ ആൻഡ് കൺസലേഷൻ സെന്ററിൻ്റെ ഗവേണിംഗ് ബോഡി അംഗവുമായ ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖ് മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ്. പ്രസ്തുത ശില്പശാലയിൽ പങ്കെടുത്ത് ഈ സംരംഭം വിജയകരമാക്കാൻ അഭ്യർത്ഥിക്കുന്നു. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ. സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ നിലവിലുള്ള കേസുകളിൽ എത്രയും വേഗം പരിഹാരം കാണുന്നതിന് ലക്ഷ്യമിട്ട് കേരള സംസ്ഥാന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ സെന്റർ നടത്തുന്ന മീഡിയേഷൻ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും നിയമ സാക്ഷരരാക്കുന്നതിനും വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്.
31 രാവിലെ 10 ഹൈക്കോടതി ജഡ്ജിയും സംസ്ഥാന മീഡിയേഷൻ ആൻഡ് കൗൺസിലിയേഷൻ സെന്റർ ഗവേണിംഗ് ബോഡി അംഗവുമായ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് മുഖ്യപ്രഭാഷണം നടത്തും. മുനിസിപ്പൽ ചെയർമാൻ എം ഹാരിസ്, PA സെയ്ദു മുഹമ്മദ് മൗലവി തുടങ്ങിയവർ പങ്കെടുക്കും. മീഡിയേഷനെ സംബന്ധിച്ച ചർച്ചകൾക്ക് ഹൈക്കോടതി ജഡ്ജിമാരും ജില്ലാ ജഡ്ജി ജോർജ് ഉമ്മനും K സത്യനും മറുപടി പറയും. കാരിക്കോട് നൈനാർ ജുമാ മസ്ജിദ് പ്രസിഡന്റ് PP അസീസ് ഹാജി, PN ഷാഹുൽ ഹമീദ് പടിഞ്ഞാറേക്കര തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ടിപ്പു സുൽത്താൻ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീല ലത്തീഫ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഹനീഫ പാറേക്കണ്ടം അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM മുജീബ്, ലൗലി NM, സഫിയ ബഷീർ, മേരി അപ്പച്ചൻ, ബിനിമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. വികസനത്തിൽ എത്തണമെങ്കിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല റോഡുകളുടെയും അതുപോലെ നമ്മുടെ പഞ്ചായത്തിനെ തന്നെ നല്ലൊരു മുഖമുദ്രയാക്കി മാറ്റുന്ന നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നല്ലൊരു ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഇവിടെ ഇത് നടപ്പാക്കിയത്. അതിലെനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അത് ഏറ്റെടുത്ത എല്ലാം നമ്മുടെ ഈ വാർഡിലെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതോടൊപ്പം ഇവിടെ ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ നല്ലവരായ ആളുകളെ ഞാൻ ഈ അവസരം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ തൊടുപുഴ ബ്ലോക്കിനെ സംബന്ധിച്ച് പറയുക, തൊടുപുഴ ബ്ലോക്കിൻ്റെ കീഴിൽ 6 പഞ്ചായത്തുകളുണ്ട്. 6 പഞ്ചായത്തുകളിൽ ആദ്യം ഇടയ്ക്ക് ചില പഞ്ചായത്തുകളിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല. നമ്മുടെ പഞ്ചായത്താണ് ഇത് ധൈര്യപൂർവ്വം ഏറ്റെടുത്തപ്പോൾ നടപ്പാക്കുന്നത്. മുൻപ് പറഞ്ഞവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ 3 മീറ്റർ വീതിയിൽ 230 മീറ്റർ നീളത്തിലുള്ള റോഡാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത്. പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പൂർത്തീകരിക്കുന്ന 3ാമത്തെ റോഡാണിത്. പഞ്ചായത്തിലെ 11, 12 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് ടിപ്പു സുൽത്താൻ റോഡ്. അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് പകൽപൂരം നടന്നു. ഇതംപ്രദമായി നടന്ന പകൽപൂരത്തിൽ വേണാട്ടുമറ്റം ഗണേശൻ ഭഗവാന്റെ തിടമ്പേറ്റി. ഈരാറ്റുപേട്ട അയ്യപ്പൻ, കരിമണ്ണൂർ ചന്ദ്രു എന്നീ ആനകൾ അകമ്പടിയേക്കി. 5ാം തിരുവുത്സവത്തോട് അനുബന്ധിച്ച് നടന്ന ഉത്സവ ശ്രീബലിയോടനുബന്ധിച്ചായിരുന്നു പകൽപൂരവും ഒരുക്കിയിരുന്നത്. ശബരിമല ക്ഷേത്രത്തിന്റെ കീഴട ക്ഷേത്രമായ അറക്കുളം ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശബരിമലയിലെ ഉത്സവത്തിനുപയോഗിച്ച കൊടിക്കൂറയും മണിയുമാണ് കൊടിയേറുന്നതെന്നതും ശ്രദ്ധേയമാണ്. തിരുവുത്സവം 31 ശനിയാഴ്ച 7ാം ഉത്സവത്തോടെ സമാപിക്കും. തുടർന്ന് ഫെബ്രുവരി 1 ഞായറാഴ്ച അർദ്ധരാത്രിയോടെ കുരുതിക്കുളം ശ്രീദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന കുരുതി ദർപ്പണത്തോടെ ഉത്സവം പൂർണ്ണമാകും.